ഹൃദയഹാരിയായ ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു വേൾഡ് കപ്പ് കാലം കൂടിയാണ് കടന്നുപോയത്. ആഫ്രിക്കയുടെ തേരോട്ടം കണ്ട വമ്പന്മാരെ വീഴ്ത്തിയ കുഞ്ഞന്മാരുടെ വീര്യം കണ്ട ഒരു ലോകകപ്പ് കാലം. 48 ടീമുകളുടെ ലോകകപ്പ് വൻ വിജയമാക്കിയ ഫിഫ എണ്ണം കൂട്ടാനുള്ള ഒരുക്കവും തുടങ്ങിക്കഴിഞ്ഞു. ഒരു മാസം നീണ്ട ഫുട്ബോൾ ഉത്സവത്തിന് തിരശ്ശീല വീണു. 104 മത്സരങ്ങൾ, 48 ടീമുകൾ, നൂറുകണക്കിന് ഗോളുകൾ, അനേകം റെക്കോർഡുകൾ. അവസാനം സ്പെയിൻ ലോക ചാമ്പ്യന്മാരായി കിരീടമുയർത്തി. എന്നാൽ ഈ ലോകകപ്പിനെ ചരിത്രമാക്കിയത് കിരീടം മാത്രമായിരുന്നില്ല. മറക്കാനാകാത്ത ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ചാണ് 23ാമത് ലോകകപ്പിന് തിരശ്ശീല വീണത്. പതിനാറ് വർഷത്തിന് ശേഷം സ്പെയിൻ വീണ്ടും ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തി. 8 മത്സരങ്ങളിൽ ഒരു ഗോൾ മാത്രം വഴങ്ങി ലോകകപ്പ് സ്വന്തമാക്കിയ ലാ റോജ ഗോൾഡൻ ബോൾ, ഗോൾഡൻ ഗ്ലൗ, മികച്ച യുവതാരം അടക്കം വ്യക്തിഗത പുരസ്കാരങ്ങളിലും നേട്ടം കൊയ്തു. ഈജിപ്തിനെതിരെ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം അദ്ഭുത തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെതിരെ അവസാന നിമിഷ വിജയ ഗോൾ. കിരീടം നഷ്ടമായെങ്കിലും പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായി മാറി അർജന്റീന. ലോകകപ്പ് ആഫ്രിക്കയുടേതുമായിരുന്നു. 10 ടീമുകളിൽ 9 ടീമുകളും നോക്കൌട്ടിൽ. മൊറോക്കോ വീണ്ടും ക്വാർട്ടറിലെത്തി. ഈജിപ്തും ദക്ഷിണാഫ്രിക്കയും ചരിത്രം കുറിച്ചു. ലോക ഫുട്ബോളിൽ പുതിയ ശക്തിയുടെ പ്രഖ്യാപനമായിരുന്നു ഇത്. ആദ്യ ലോകകപ്പിനെത്തിയ കേപ്പ് വെർദെയും കുറസാവോയും ഞെട്ടിച്ചു. ചാമ്പ്യന്മാരായ സ്പെയിനിനെ ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ രഹിത സമനിലയിൽ പിടിച്ചു നിർത്തി ലോകത്തെ അത്ഭുതപ്പെടുത്തി കേപ്പ് വെർദെ. കേപ്പിന്റെ 40-കാരൻ ഗോൾ കീപ്പർ വൊസീഞ്ഞ ടൂർണമെന്റിലെ അപ്രതീക്ഷിത നായകനായി. ജർമ്മനിക്കെതിരെ പൊരുതി വീണ 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കുറസാവോയും ഹൃദയത്തിൽ ഇടം നേടി. 26 വർഷത്തിന് ശേഷം ലോകകപ്പിലെത്തിയ നോർവേ ബ്രസീലിനെ പുറത്താക്കി ആദ്യമായി ക്വാർട്ടറിലെത്തി. ഹാലൻഡും സംഘവും ലോകത്തിന്റെ പ്രിയപ്പെട്ട അണ്ടർഡോഗുകളായി മാറിയപ്പോൾ വൈക്കിംഗ് റോച്ചാൻഡുകൾ ലോകമെമ്പാടുമുള്ള ആരാധകർ ഏറ്റെടുത്തു. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടം അവസാന മത്സരം വരെ നീണ്ടു. 10 ഗോളുകളുമായി എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന നേട്ടവും ഫ്രഞ്ച് താരം സ്വന്തമാക്കി. മെസ്സിയും മറ്റൊരു അവിസ്മരണീയ ലോകകപ്പ് സമ്മാനിച്ചാണ് മടങ്ങിയത്. ജയപരാജയങ്ങൾക്കപ്പുറം ഫുട്ബോൾ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന കായികമാണെന്ന് തെളിയിച്ച ലോകകപ്പ് കൂടിയാണ് കടന്നുപോയത്. അതിൽ നിരാശരായിരിക്കുന്ന കേപ്പ് താരങ്ങളെ ചേർത്തു നിർത്തിയ അർജന്റീന താരങ്ങൾ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലിയോണൽ മെസ്സിയുടെയും തോൽവികളിൽ ചേർത്തു നിർത്തിയ ലമിൻ യമാൽ, നോർവേയുടെ ഐതിഹാസിക കുതിപ്പിന് പിന്നാലെ ഇംഗ്ലണ്ടിനോട് വീണപ്പോൾ ഹാലൻഡിനെ ആശ്വസിപ്പിച്ച ജൂഡ് ബെല്ലിംഗാം അടക്കം നിരവധി മുഹൂർത്തങ്ങൾ. ബെക്കാം, റൊണാൾഡീഞ്ഞോ, റൊണാൾഡോ, പെപ്പെ, റാമോസ്, ഇനിയെസ്റ്റ തുടങ്ങിയ ഇതിഹാസങ്ങൾ ഒന്നാകെ ലോകകപ്പ് വേദിയിലേക്ക് ഒഴുകിയെത്തി. കൂടാതെ വിവിധ കായിക ലോകത്തെ ഇതിഹാസങ്ങളും സംഗീത ലോകത്തെ വിസ്മയങ്ങളും സിനിമാ ലോകത്തെ അതികായന്മാരും ലോകകപ്പിനെ ഫുട്ബോളിനപ്പുറം ആഘോഷങ്ങളുടെ ലോകവേദിയാക്കി മാറ്റി. മത്സരശേഷം സ്റ്റേഡിയം വൃത്തിയാക്കിയ ജപ്പാൻ ഫാൻസ്, കേപ്പിനെ ആദരവോടെ പറഞ്ഞയച്ച അർജന്റീനയുടെ ആരാധകർ, മെക്സിക്കോയുടെ സ്വന്തം മെർലിൻ, ഐഷോ സ്പീഡിന്റെ തമാശകൾ, അങ്ങനെ ഒട്ടനവധി ആരാധകർ ലോകശ്രദ്ധ നേടിയ ലോകകപ്പ് കൂടിയാണ് കഴിഞ്ഞുപോയത്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോണൽ മെസ്സിയും നെയ്മാർ ജൂനിയറും മുഹമ്മദ് സലായും ലൂക്ക മോഡ്രിച്ചുമടക്കം സൂപ്പർ താരങ്ങൾ പടിയിറങ്ങിയ ലോകകപ്പ് കൂടിയാണ് ജൂലൈ 20-ന് സ്പെയിൻ കപ്പുയർത്തിയതോടെ കടന്നുപോയത്. ആരൊക്കെ ഇനി കളത്തിലുണ്ടാകുമെന്ന് ആർക്കറിയാം? വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.